ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെയൊക്കെ കുടുംബാംഗമായ അശ്വജിത്ത് സി കുഴൽമന്ദം പാലക്കാടുകാരനാണ്. അശ്വജിത്ത് വിവാഹിതനാവുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് കല്യാണ മേളമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അശ്വജിത്തിന്റെ വിവാഹം തത്സമയം നമുക്കൊന്ന് കണ്ടു കളയാം. മംഗളാശംസകൾ നേരുകയാണ്. ഈ ഗുരുവായൂരിലെ കല്യാണമേളത്തിലേക്ക് നമ്മൾ പോകുന്നതിന് ഇന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊന്ന് 250-ലധികം വിവാഹങ്ങളാണ് ഇന്ന് ഗുരുവായൂരിൽ നടക്കുന്നത്. 5 മണ്ഡപങ്ങളാണ് താലികെട്ടിനായി സജ്ജമാക്കിയിരിക്കുന്നത്. ദർശനവും വിവാഹ ചടങ്ങുകളും സുഗമമായി നടത്താൻ ഗുരുവായൂർ ദേവസ്വം ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഒപ്പം നമ്മുടെ അശ്വജിത്തിന്റെ വിവാഹം കൂടി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനും കഴിഞ്ഞു. ഈ 250 വിവാഹങ്ങളിൽ ഒന്നായി നടന്ന വിവാഹം അല്ലേ? വിശദാംശങ്ങൾ പങ്കുവയ്ക്കൂ വിഷ്ണു. മോത്തി, വെരി ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ഉള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ്. ഇന്നിപ്പോൾ 270ഓളം കല്യാണങ്ങളാണ് ഇന്നിപ്പോൾ ഇതുവരെ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇനി കൂടാതെ വഴിപാടുകായി വരുന്ന കല്യാണങ്ങളുണ്ടാവും, സ്പോട്ടിൽ വരുന്ന കല്യാണങ്ങളുണ്ടാവും. ഏതായാലും വിപുലമായിട്ടുള്ളൊരു കല്യാണ തിരക്ക്, ഒരു കല്യാണ മേളം എന്ന് തന്നെ നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇന്നത്തെ ഒരു കല്യാണ മേളങ്ങളെ വിശേഷിപ്പിക്കാം. കാരണം ഇതിനു മുൻപും കഴിഞ്ഞ വർഷം എല്ലാം 300-ന് മുകളിലുള്ള കല്യാണങ്ങൾ ഇവിടെ നടന്ന സന്ദർഭമുണ്ടായിരുന്നു. ഒരു ദിവസം തന്നെ 300-ന് മുകളിൽ കല്യാണങ്ങൾ നടന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിനോടടുപ്പിച്ച് ഏകദേശം 300 ഇല്ലെങ്കിലും 300-ന് അടുത്തുള്ള 270ഓളം കല്യാണങ്ങൾ നടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഇവിടെ ദേവസ്വവുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അതിരാവിലെ തന്നെ ഇതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. സാധാരണ വിഭിന്നമായി 4 മണിക്ക് തന്നെ ഈ കല്യാണ മേളങ്ങൾ ഇത്രയും കല്യാണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ 4 മണിക്ക് തന്നെ ഇതിന്റെ കല്യാണ ചടങ്ങുകൾ ആരംഭിച്ചു. സാധാരണഗതിയിൽ 4 മണ്ഡപങ്ങളാണ് ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂരിൽ നിന്ന് 250-ലേറെ വിവാഹങ്ങളാണ്, 270ഓളം വിവാഹങ്ങളാണ് നടക്കുന്നത്. നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തതിന് പുറമെ അപ്പോൾ എത്തുന്ന വിവാഹ സംഘങ്ങളും ഉണ്ടാകും. വധുവരന്മാർ വിവാഹത്തിന് ഒരുങ്ങി നിൽക്കുന്നവരും വിവാഹിതരായവരും അടക്കമുള്ളവരെ നമുക്ക് ദൃശ്യത്തിൽ കാണാം. ഒപ്പം അശ്വജിത്തിനെയും നവവധുവിനെയും നമുക്ക് കാണാനും കഴിഞ്ഞു അല്ലേ? 250-ലേറെ വിവാഹങ്ങളിൽ നമുക്കും സന്തോഷിക്കാനുള്ളൊരു വകയുണ്ട്. അശ്വജിത്തിനും നവവധുവിനും വിവാഹ മംഗളാശംസകൾ നേരുന്ന ഒരുക്കി കൂടി. വിഷ്ണു, തുടരൂ. നേരത്തെ ശബ്ദത്തിൽ എന്തോ ഒരു തകരാറുണ്ടായിരുന്നു, പറഞ്ഞോളൂ. മോദി, അപ്പോൾ 4 മണിക്ക് തന്നെ ആരംഭിച്ച കല്യാണ ചടങ്ങുകളാണ് അതിപ്പോൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലൊരു വിവരമെടുത്തപ്പോൾ 165 കല്യാണങ്ങളാണ് ഇപ്പോൾ ഇതിനോടകം പൂർത്തിയായത്. അശ്വജിത്തിൻ്റെ അത് 168ാമത്തെ ടോക്കൺ നമ്പറിലുള്ള വിവാഹമായിരുന്നു. ഏതായാലും ഇനിയും 100 കണക്കിന് കല്യാണങ്ങൾ വധുവരന്മാർ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. നമുക്ക് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മറുവശത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലാണ് ഇത്തരത്തിലുള്ള വധുവരന്മാരെ അവരുടെ ടേൺ അനുസരിച്ച് വരുന്നത്. ഇപ്പോൾ അശ്വജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. തന്നെ വിവാഹമംഗളാശംസകൾ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം അല്ല, ഇന്ന് നല്ല മുഹൂർത്തമാണ്. പൊതുവെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കുംഭമാസത്തിന് മുമ്പുള്ള മുഹൂർത്തമാണ്. അപ്പോൾ വളരെ അവധികളോ 2-3 അവധികളൊക്കെ അടുപ്പിച്ച് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് വരുന്നത്. സത്യം പറഞ്ഞാൽ ക്യാമറയ്ക്ക് പിന്നിലും ഒരു വർഷം മുന്നിൽ റിപ്പോർട്ടിങ്ങിലൊക്കെ നിന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു അവസരം ആദ്യമാണ്. ഇത് ഭാര്യ ദേവി. എന്ത് തോന്നുന്നു? അപ്പോൾ ബന്ധുക്കളെല്ലാവരും നേരത്തെ തന്നെ പോകുന്നു. നിങ്ങൾ ഇന്നലെ വന്നിരുന്നു. നമ്മൾ വളരെ ലളിതമായൊരു വിവാഹമാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ അടക്കം ഈ പറഞ്ഞതുപോലെ ആശംസകൾ അറിയിച്ചതിന് വളരെ നന്ദി. ഓക്കെ, അപ്പോൾ ഓഫീസിലുള്ള സഹപ്രവർത്തകർക്കും എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ ആശംസകൾ തന്ന എല്ലാവർക്കും നന്ദി. പ്രത്യേക ഒരു ആശംസ പറയാൻ താങ്ക് യു എല്ലാവർക്കും നന്ദി, പ്രേക്ഷകർക്കും നന്ദി. അപ്പോൾ ഏതായാലും ഓഫീസിൽ ഇപ്പോൾ നമുക്ക് ജോലിയുടെ തിരക്കൊക്കെ ഉണ്ടാവും, പലർക്കും കല്യാണം കൂടാൻ സാധിക്കില്ല. അവർക്ക് എല്ലാവർക്കും കൂടിയാണ് ഇപ്പോൾ ഈ അശ്വജിത്തിന്റെ ആശംസ ഇല്ലെങ്കിൽ ഞാൻ എന്നിലൂടെ ആ ഒരു ആശംസ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും സന്തോഷം വിഷ്ണു. നമ്മുടെ പ്രതിനിധിയായി വിഷ്ണുവിന് അവിടെ എത്താൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം. നമ്മുടെയൊക്കെ മാധ്യമപ്രവർത്തകരുടെയൊക്കെ ഒരു പ്രത്യേകതയും ഒരു ദുര്യോഗവും ചില സമയത്ത് അതാണ്, ചില ചടങ്ങുകൾക്കൊന്നും കൃത്യമായി പങ്കെടുക്കാൻ കഴിയാറില്ല.